ഇതാണ് കത്തിയവാർഡ്. പ്രശസ്തനായ രാജകുമാരന്റെ ഭരണത്തിന് കീഴിലുള്ള രാജ്യം. ഏകീകരണ ചടങ്ങിൽ പങ്കെടുക്കുവാനായി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ പോലെയൊരു ജനസമുദ്രം അദ്ദേഹത്തിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നവനഗറിലെ ജാം സാഹിബിനോടൊത്ത് അദ്ദേഹം ദർബാർ ഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നവനഗറിന്റെ ഭരണാധികാരിയായ ജാം സാഹിബിന്റെ സാന്നിധ്യത്തിൽ കത്തിയവാഡ് സംസ്ഥാനത്തിലെ 5 രാജാക്കന്മാർ ഇന്ത്യൻ യൂണിയനോടുള്ള അവരുടെ ഐകമത്യം പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ സർദാർ പട്ടേൽ പ്രസംഗിക്കുന്നു. മഹാത്മാഗാന്ധിജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. സ്നേഹത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പാതയിൽ നടക്കാൻ തനിക്ക് പ്രചോദനം നൽകിയത് ഗാന്ധിജിയാണെന്ന് പറയുന്നു. നവീന സൗരാഷ്ട്രയിലെ നേതാക്കന്മാരിൽ തനിക്ക് പരിപൂർണ വിശ്വാസവും പ്രതീക്ഷയുമുണ്ടെന്നും അവർ തങ്ങളുടെ പ്രയത്നത്തിൽ വിജയിക്കുമെന്നും ലോകത്തിന് ഐകമത്യത്തിന്റെ അനന്യമായ ഉദാഹരണങ്ങളായി അവർ വിളങ്ങുമെന്ന് വിശ്വസിക്കുന്നതായും പ്രസ്താവിക്കുന്നു. 1947 വർഷം സർദാർ വല്ലഭായ് പട്ടേൽ സൗരാഷ്ട്ര യൂണിയൻ സ്ഥാപിച്ചു. സൗരാഷ്ട്ര, ഹൈദരാബാദ്, ഗ്വാലിയോർ തുടങ്ങിയ ഒട്ടനവധി രാജകീയ സംസ്ഥാനങ്ങളിലെ രാജാക്കന്മാരുമായി സർദാർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് നയതന്ത്രത്തിന്റെ കൗശലങ്ങളും ഉപായങ്ങളും വീക്ഷിച്ച് തന്റെ അജയ്യമായ ആത്മബലവും രാഷ്ട്രീയ നൈപുണ്യവും ഉപയോഗിച്ച് സർദാർ പട്ടേൽ ചെറിയതും വലിയതുമായ അസംഖ്യം രാജകീയ സംസ്ഥാനങ്ങളെ ഒന്നുചേർത്ത് സംഘടിതവും സമഗ്രവുമായ ഭാരത ജനാധിപത്യം രൂപീകരണം ചെയ്യുന്നതിൽ വിജയം വരിച്ചു. ഭാരതത്തിന്റെ ഈ പ്രിയങ്കരനായ ഉരുക്കുമനുഷ്യന്റെ വീരോചിതമായ സംഭാവനയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി ഒരു രാഷ്ട്രം മുഴുവനും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ട മാതൃകകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ ഉയർന്ന സ്മാരകം ഭാരതത്തിന് ഒരു പുതിയ വ്യക്തിത്വം നൽകുന്ന ചരിത്ര പ്രാരംഭമായിരിക്കുന്നതാണ്. ഭാരതത്തിന്റെ വൈവിധ്യത്തിൽ ഐക്യതയുടെ ഒരു മഹനീയ നിർവചനമായിരിക്കും ഇത്. അവതരിപ്പിക്കുന്നു ഐക്യതയുടെ പ്രതിമ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. ഈ ലോകത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഇതായിരിക്കും: ഒരു ഭാരതം, ശ്രേഷ്ഠ ഭാരതം. ഇതുവരെ ആരും ഉദ്യമിക്കാത്ത ഒരു മഹത്തായ കലാസൃഷ്ടി, വെറും ഉപകാരസ്മരണയേക്കാൾ മികച്ചത്, രൂപകൽപ്പനയുടെയും യന്ത്രശാസ്ത്രത്തിന്റെയും മാസ്മരികതയേക്കാളും 10 മടങ്ങ് ഉന്നതമായത്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 2 മടങ്ങ് ഉയരം, റിയോ ഡി ജനീറോയുടെ ക്രൈസ്റ്റ് ദ റെഡീമറേക്കാൾ 5 മടങ്ങ് ഉയരം. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള സ്മാരകമായ ഈ ഐക്യതയുടെ പ്രതിമയ്ക്ക് സർദാർ സരോവർ അണക്കെട്ടിനേക്കാൾ 1.5 മടങ്ങ് ഉയരമുണ്ടാവാം. ഒരു 60 നില കെട്ടിടത്തേക്കാൾ ഉയരം. 182 മീറ്റർ ഉയരമുള്ള ഇതുപോലൊരു പ്രതിമ സ്ഥാപിക്കുവാനായി അതിന് അനുയോജ്യമായ ഒരു സ്ഥലം ആവശ്യമായിരിക്കുമല്ലോ. എങ്കിലിതാ, സർദാർ സരോവരത്തേക്കാൾ ഉത്തമമായ മറ്റേതെങ്കിലും സ്ഥലം വേറെയുണ്ടാകുമോ? നർമ്മദ നദിയിലെ സാധുബെറ്റിലുള്ള അണക്കെട്ടിൽ നിന്ന് 3 കിലോമീറ്റർ താഴെ സത്പുര മലനിരകളുടെ അടിവാരത്തിലാണ് ഐക്യതയുടെ പ്രതിമ നിലകൊള്ളുക. സർദാറിന് പ്രിയപ്പെട്ട വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ഗവേഷണ കേന്ദ്രങ്ങളും ഇവിടെ നിർമ്മിക്കുന്നതായിരിക്കും. അതായത് കൃഷി, ജലം, പരിസര ശുചീകരണം, സാങ്കേതിക പരിജ്ഞാനം, ഗോത്രക്ഷേമം എന്നിവ ഇതിലടങ്ങും. കൂടാതെ ഹൈടെക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ട്രൈബൽ യൂണിവേഴ്സിറ്റീസ്, ഇന്റർപ്രിട്ടേഷൻ സെന്റർ എന്നിങ്ങനെ ഈ പ്രദേശം അറിവിന്റെ നിറകുടമായി രൂപാന്തരപ്പെടും. ഐക്യതയുടെ പ്രതിമ ആകർഷണീയമായ ഒരു വിനോദയാത്രാ കേന്ദ്രമായി മാറുന്നതായിരിക്കും. കൃത്രിമമായി നിർമ്മിച്ച 12 കിലോമീറ്റർ നീളമുള്ള തടാകത്തിന്റെ നടുവിലായി നിലകൊള്ളുന്ന ഈ പ്രതിമയിലേക്ക് ബോട്ടിലൂടെ മാത്രമേ ചെല്ലാനാവൂ. 400 അടി ഉയരമുള്ള ഐക്യതയുടെ പ്രതിമയുടെ 360 ഡിഗ്രി ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് സർദാർ സരോവർ അണക്കെട്ടിന്റെ വിശാല ദൃശ്യവും വിന്ധ്യ സത്പുര മലയണികളുടെ ചുറ്റുമുള്ള പ്രകൃതി രമണീയതയും കണ്ടാസ്വദിക്കാവുന്നതാണ്. മറ്റ് ആകർഷണീയതകളായി മെമ്മോറിയൽ ആൻഡ് വിസിറ്റർ സെന്റർ, എക്സിബിഷൻ ഗാലറി, ശ്രേഷ്ഠ ഭാരത് ഭവൻ കൺവെൻഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്റർ, ആംഫി തിയേറ്റർ, അണ്ടർ വാട്ടർ അക്വേറിയം, സൗണ്ട് ആൻഡ് ലേസർ ഷോ എന്നിവ ടൂറിസം ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രകാരം നിർമ്മിക്കുന്നതായിരിക്കും. ഐകമത്യമാണ് നമ്മുടെ ബലം, വൈവിധ്യമാണ് നമ്മുടെ അടയാളം. തുണ്ടുകളായി കിടന്ന ഒരു രാഷ്ട്രത്തെ സർദാർ പട്ടേൽ ഏകീകൃതമായ ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റിയത് എങ്ങനെയാണോ, അതുപോലെ തന്നെ ഈ മഹത്തായ സ്മാരകത്തിന്റെ പ്രവർത്തനത്തിലും നമ്മുടെ രാഷ്ട്രം മുഴുവനും ഒന്നുചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. ഈ രാഷ്ട്രത്തിലെ 120 കോടി ജനങ്ങളുടെ അതിശ്രേഷ്ഠമായ സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രയത്നമാണ് ആവശ്യം.
മണ്ണിന്റെ പുത്രനായ സർദാർ പട്ടേലിനെ ബഹുമാനിക്കുവാനായി രാജ്യമെങ്ങുമുള്ള കർഷക സഹോദരന്മാർ സഹകരിക്കുന്നു. ഭാരതത്തിലെ 7 ലക്ഷം ഗ്രാമങ്ങളിലുള്ള കർഷകർ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പ് ആയുധം സംഭാവന ചെയ്യും. അത് ഉരുക്കി ഈ സ്മാരക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ലോകത്തിലെ 3ാമത്തെ വമ്പിച്ച ഗ്രാവിറ്റി ഡാമിന്റെ നിർമ്മാതാക്കളായ സർദാർ സരോവർ നർമ്മദ നിഗം ലിമിറ്റഡാണ് ഈ അഭിമാനാർഹമായ പദ്ധതിയുടെ പ്രവർത്തനം നിർവഹിക്കുക. ഈ പദ്ധതി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ SSNNL ഒരു പ്രത്യേക സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏക്താ ട്രസ്റ്റ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇതിന്റെ മാർഗദർശിയായിരിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ദുബായിലെ ബുർജ് ഖലീഫയുടെ നിർമ്മാതാക്കളായ ടേണർ പ്രൊജക്ട് മാനേജ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിനെ ഈ പദ്ധതിയുടെ മേൽനോട്ടത്തിനും സഹായത്തിനുമായി അന്താരാഷ്ട്ര ബിഡിങ്ങിലൂടെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പൂർത്തീകരണം ലോകത്തിൽ ഭാരതത്തിനുള്ള വ്യക്തിത്വത്തെ രൂപാന്തരപ്പെടുത്തും. ഈ പദ്ധതി ഒരു വിനോദയാത്രാ കേന്ദ്രം മാത്രമല്ല, പ്രചോദനത്തിനുള്ള ഒരു മാർഗവുമായിരിക്കും. ഇത് വെറും ഒരു സ്മാരകമായിരിക്കില്ല, പകരം മഹനീയതയുടെ ദർശനവുമായിരിക്കും. ചരിത്രപരമായ ഐക്യത ഭാരതത്തിന്റെ ഭൂതകാലത്തെ ഭാവിയുമായി ഇണക്കും. പ്രിയപ്പെട്ട സർദാർ പട്ടേലിന് ഭാരതത്തിലെ 120 കോടി ജനങ്ങളുടെ ശക്തമായ ശ്രദ്ധാഞ്ജലി. ഐക്യതയുടെ പ്രതിമ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമ. ഒരു ഭാരതം, ശ്രേഷ്ഠ ഭാരതം.